guys, welcome to another video. First time നമ്മൾ കുറച്ച് ക്യൂട്ട്നെസ് ഇട്ടിട്ട് വെറും പട്ടി ഷോ കളിക്കുന്നുണ്ട്. എന്ത് പട്ടി ഷോ? സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ലെറ്റ്സ് ഗോ മാമന്റെ വീട്. അപ്പോൾ നമുക്ക് മാമന്റെ വീട്ടിലേക്ക് പോകാം. അങ്ങനെ കത്തിയടിച്ച് പോണ വഴിക്ക് ഞങ്ങൾ ആ നഗ്നമായ സത്യം അങ്ങോട്ട് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താ വെച്ചാൽ യൂട്യൂബ് 500 സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ഇതൊക്കെ ഹൈ സീറ്റിന്റെ എല്ലാ കാരണം നിങ്ങളാണ്. നിങ്ങളുടെ ഒറ്റൊരു സപ്പോർട്ട് കിട്ടാതെ നമ്മളിങ്ങനെ മെല്ലെ മെല്ലെ വളർന്നു വരും. അതിന്റെ എല്ലാ സന്തോഷ പ്രകടനമാണ് ഇത് പ്രകടനം ആ സമയം അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയിട്ടേ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ തീവ്രം വാദികളെ പോലും മന്ദം ഗേറ്റിനടുത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. ഗേറ്റ് തുറന്ന് ചെല്ലുമ്പോൾ അവിടെ ഭർത്ത് എല്ലാവരും ഇരിക്കുന്നുണ്ടാവും. അത് പരിപാടി കാഴ്ച അത് കാണുമ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷം. സോ അതേ വാതിൽ തുറന്ന് കടവാവിളികളിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് 2000 ഇപ്പോൾ സ്നേഹത്തെ നിങ്ങൾക്ക് തന്നെ കുറച്ച് എടുത്തിട്ട് തരുന്നതാണ്. അങ്ങനെ അമ്മമ്മോട് സ്നേഹപ്പെട്ടൊക്കെ കാപ്പി പിന്നെ വന്നപ്പോ തന്നെ ആൻറ്റി നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പായസം തന്നിട്ടുണ്ട് ഗൈസ്. അപ്പൊ അതും കുറിച്ചോടിങ്ങിട്ടേ ഗൈസ് നമ്മുടെ ഉടായിപ്പ് വാസകളിരുന്ന് പഠിക്കുന്നു. നല്ല കുട്ടികളിരുന്ന് പാച്ചോട്ടേനെ വിചാരിച്ചു. പിന്നെ ഞാൻ ആ പാക്കത്തേക്ക് ശല്യം ചെയ്യാൻ പോയില്ല. പോയാൽ ആ ജഗുരത്തിന് തലക്കടിക്കും ഗൈസ്. അതുകൊണ്ട് കുട്ടികളെ വഴിക്ക് ഫോം പിടിച്ച് പോയില്ല. കൊച്ചു കഴിഞ്ഞപ്പോ ഉപ്പിലിട്ട റൂബിക്കപ്പ് കഴിച്ചോണ്ടിരിക്കാരോ. എന്നെ പൊടിയോ ഒരെണ്ണം എടുത്ത് വായിട്ട് പിന്നെ പൊന്നിക്കിടാവേ കണ്ണുമൊക്കെ പൊന്നിച്ച് പറയാ. അത്ര ഈ വ്യക്തിത്വ വാഴ തന്ന പോലെ കിടക്കണാണ് നമ്മുടെ ബാബയുടെ വീട്ടിലെ ഏറ്റവും മേലായ സന്തതി. ആന്റിമാരും തമ്മിലുള്ള പഠിക്കാനുള്ള പോരാട്ടത്തിന് ശേഷം കുട്ടിപ്പാവം മലർന്നടിച്ചോണ്ടെടുക്കുന്നുണ്ട്. അങ്ങനെ പാച്ച് ബോറടിച്ചപ്പോ പാവ കുട്ടിയെടുത്ത് എന്റെ യൂട്യൂബ് ചാനലിനെ വെച്ചെടുത്തു. അതൊക്കെ കണ്ടാൽ അവിടെ ഇരിക്കട്ടെ എന്താ ചെയ്യാ. അപ്പൊ അമ്മ ഫുഡ് വായി വെച്ച് തരാന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാനുള്ള പുറപ്പാടിലാണ്. അപ്പതേ അമ്മമ്മ അവിടേക്ക് മാമെ ഗിഫ്റ്റായിട്ട് തന്ന ബാഗൊക്കെ ഇട്ടൊക്കെയുണ്ട്. അപ്പൊ എല്ലാരും കൂടി ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് എന്റെ അനിയൻ വന്നിട്ട് ഇന്ന് 2-3 ചവിട്ടി തിരിച്ച് ഞാൻ അങ്ങോട്ട് കൊടുത്തില്ലെങ്കിലും കിട്ടിയതുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നു. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എന്തായാലും കൊടുക്കും. അയ്യോ അങ്ങനെയുള്ള പ്ലാനൊക്കെ പൊളിഞ്ഞു. അവിടെ നിൽക്കണം, നാളെ സ്കൂളിലേക്ക് പോവാതിരിക്കണം എന്നൊക്കെയായിരുന്നു പ്ലാൻ. പക്ഷെ എൻ്റെ അമ്മനെ പിടിച്ച് വലിച്ചു കൊടുത്ത ആ ഒരു പ്ലാനും പൊളിഞ്ഞു, ആ ഒരു പ്രതീക്ഷയും പൊളിഞ്ഞു എന്ന് തന്നെ പറയാം. അങ്ങനെ വീട്ടിലെത്തി. ഇനിയിപ്പോ പോയിട്ട് സുഖമായിട്ടൊന്ന് ചക്ക വിട്ടിട്ട പോലെ കിടന്ന് ചാച്ചണം. അയ്യോ നാളെ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകണല്ലോ. എന്നപ്പോ അപ്പൊ ബൈ.